ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലോകത്തെ പണമൊഴുകുന്ന ലീഗുകളിലൊന്നാണ്. ലീഗിന്റെയും ടീമുകളുടെയും വിപണി മൂല്യം ശതകോടികളാണ്. ഫ്രാഞ്ചൈസി സ്വന്തമാക്കാൻ കോർപ്പറേറ്റ് കമ്പനികൾ മത്സരിച്ചു നിൽക്കുമ്പോൾ കപ്പടിച്ച് മൂല്യം ഏറി നിൽക്കുന്ന ടീമിനെ വിറ്റഴിക്കാനുള്ള നടപടികളുമായി നീങ്ങുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഉടമസ്ഥരായ UK ആസ്ഥാനമായുള്ള ഡിയാജിയോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യ കമ്പനിയും ഡിയാഗോയുടെ അനുബന്ധ സ്ഥാപനവുമായ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമുകളുടെ വിൽപ്പനയോ പുനഃസംഘടനയോ ഉറപ്പാക്കുന്ന തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യവസ്ഥാപിതമാക്കി. പുരുഷ ടീമിനൊപ്പം വനിതാ ടീമിനെയും വിറ്റൊഴിവാക്കും. 2026 മാർച്ച് 31-നകം വിൽപ്പന പൂർത്തിയാക്കും. 17 വർഷങ്ങൾക്കു ശേഷമാണ് റോയൽ ചലഞ്ചേഴ്സ് പോയ സീസണിൽ IPL ചാമ്പ്യന്മാരായത്. ടീം വിൽപ്പന സംബന്ധിച്ച് ക്ലബ് മാനേജ്മെന്റ് BCCIയെയും IPL ഗവേണിംഗ് ബോഡിയെയും അറിയിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് ടീം തുടർച്ചയായി ലാഭത്തിലായിട്ടും വിൽക്കാനെടുത്ത തീരുമാനം ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. മദ്യനിർമ്മാണത്തിലും വിൽപ്പനയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. മദ്യത്തിലൊഴികെയുള്ള നിക്ഷേപങ്ങളും പടിപടിയായി കുറയ്ക്കും. വരും വർഷങ്ങളിൽ മദ്യവുമായി ബന്ധപ്പെട്ടതൊഴികെയുള്ള ആസ്തികളെല്ലാം വിറ്റഴിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഡിയാജിയോ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി കഴിഞ്ഞ മാർച്ചിൽ ചുമതല ഏറ്റെടുത്ത പ്രവീൺ സോമേശ്വറിന്റെ നിലപാടും വിൽപ്പനയ്ക്ക് ആക്കം കൂട്ടി. സ്പോർട്സ് ലീഗുകളിൽ പണം മുടക്കുന്നത് വലിയ തോതിൽ നിക്ഷേപം ആവശ്യമായ ഒന്നാണെന്നും ഡിയാഗോ കമ്പനിയുടെ ദീർഘകാല പദ്ധതികൾക്ക് ഇത് ഗുണം ചെയ്യില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച ഫയലിൽ USLന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ റോയൽ ചലഞ്ചേഴ്സ് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിലെ നിക്ഷേപത്തിൽ തന്ത്രപരമായ അവലോകനം ആരംഭിച്ചതായി ഡിയാഗോ സ്ഥിരീകരിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആതിഥേയത്വം വഹിക്കുന്ന പുരുഷ ഇന്ത്യൻ പ്രീമിയർ ലീഗ്, വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫ്രാഞ്ചൈസി ടീമുകളുടെ ഉടമസ്ഥാവകാശം RCSPLന്റെ ബിസിനസ്സിൽ ഉൾപ്പെടുന്നു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ 30 അനുസരിച്ചാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. USLന് RCSPL വിലപ്പെട്ടതും തന്ത്രപരവുമായ ആസ്തിയാണ്. എന്നിരുന്നാലും ഇത് മദ്യ കച്ചവടത്തിൽ അത്ര മുഖ്യമല്ല. മാനേജിംഗ് ഡയറക്ടറും CEOയുമായ പ്രവീൺ സോമേശ്വർ പറഞ്ഞു. ഈ വർഷം ആദ്യം ആഗോള നിക്ഷേപ ബാങ്കായ ഹൗലിഹാൻ ലോക്കി RCBയെ ഏറ്റവും മൂല്യവത്തായ IPL ഫ്രാഞ്ചൈസിയായി റാങ്ക് ചെയ്തു. ടീമിന്റെ ആദ്യത്തെ IPL ചാമ്പ്യൻഷിപ്പ് വിജയത്തെ തുടർന്ന് അതിന്റെ മൂല്യം ഏകദേശം $269 ദശലക്ഷം കണക്കാക്കി.